വടക്കൻ കേരളത്തിൽ പാതിവില തട്ടിപ്പിൽ വ്യാപക പരാതികൾ. കണ്ണൂർ ജില്ലയിൽ മാത്രം പരാതികളുടെ എണ്ണം 2800 കടന്നു. വയനാട്ടിൽ നടന്നത് 20 കോടി രൂപയുടെ തട്ടിപ്പ്. ആനന്ദകുമാർ വഴിയാണ് NGO കോൺഫെഡറേഷനുമായി ബന്ധമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഭാരവാഹി ഗിരീഷ് കുമാർ 24നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ജനശ്രീ മിഷൻ വഴി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവിനെതിരെയും പരാതി. കാസർഗോഡ് ജില്ലയിലെ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കണ്ണൂരിലെ മയിൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചത് 644 പരാതികൾ. സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു ജില്ലയിലെ ഭൂരിഭാഗം തട്ടിപ്പും. ജില്ലയിലെ സീഡ് സൊസൈറ്റി കോർഡിനേറ്റർമാർക്കെതിരെയും പോലീസ് കേസെടുത്തു. നാഷണൽ NGO കോൺഫെഡറേഷൻ വഴി ഫെസിലിറ്റേറ്റിംഗ് ചാർജ് ഇനത്തിലും പണം പിരിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. പ്രതി അനന്തകൃഷ്ണനും KN ആനന്ദകുമാറും വഞ്ചിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വയനാട്ടിലും പരാതി പ്രവാഹം. ജില്ലയിൽ 2000-ഓളം ആളുകളിൽ നിന്നായി 20 കോടി തട്ടിയെടുത്തെന്നാണ് പ്രാഥമിക നിഗമനം. ഇതുവരെ 366 പരാതികൾ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി, കമ്പളക്കാട് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളായി ലഭിച്ചു. പാലക്കാട്, കൊല്ലങ്കോട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം വഴിയാണ് തട്ടിപ്പ് നടന്നത്. ആനന്ദ്കുമാർ വഴിയാണ് NGO കോൺഫെഡറേഷനുമായി ബന്ധമെന്നും ആർക്കും പണം നഷ്ടമാവില്ലെന്നും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഭാരവാഹി ഗിരീഷ് കുമാർ 24നോട്. നാഷണൽ NGO കോൺഫെഡറേഷൻ ആദ്യമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നത് KN ആനന്ദ്കുമാർ സാറാണ്. അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള ഞങ്ങളെപ്പോലുള്ള ജില്ലയിലെയും സംസ്ഥാനത്തിലെ പല ഇംപ്ലിമെൻ്റ് ഏജൻസികളും NGO കോൺഫെഡറേഷൻ ജോയിൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. അദ്ദേഹത്തിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തി ഗുണഭോക്താക്കൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയത്. കോഴിക്കോട് ജനശ്രീ മിഷൻ വഴി തട്ടിപ്പ് നടന്നതായി ചൂണ്ടിക്കാട്ടി ബാലുശ്ശേരി സ്വദേശിനി പരാതി നൽകി. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അലി കുട്ടുമാവുള്ളതിനെതിരെയാണ് പരാതി. കാസർകോട് കുമ്പടാജി പഞ്ചായത്തിലെ മൈത്രി വായനശാല കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. 33 ലക്ഷം രൂപയാണ് അനന്തകൃഷ്ണന്റെ പ്രൊഫഷണൽ ഇന്നൊവേഷൻ സർവീസസ്, ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ അക്കൗണ്ടിലേക്ക് വായനശാലയുടെ അക്കൗണ്ട് വഴി കൈമാറ്റം ചെയ്യപ്പെട്ടത്. അതിനിടെ തട്ടിപ്പിനിരയായവർ വടക്കൻ പറവൂർ കോടതി പരിസരത്തും വയനാട് കൽപ്പറ്റയിലും ഒത്തുചേർന്നു. തട്ടിപ്പിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനാണ് പരാതിക്കാരുടെ നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കാസർഗോഡ്.